അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മെഹ്റാജ് നോമ്പിൻ്റെ വിശേഷങ്ങളും നമ്മളെ വരുന്ന നോമ്പിൻ്റെ കുഞ്ഞ് തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളിതാ മെഹ്റാജ് നോമ്പിൻ്റെ അത്തായാണ് ഇട്ടത്. നമ്മൾ നോമ്പ് സുന്നത്ത് നോമ്പൊക്കെ നമ്മളെ അത്തായ ഇതുപോലത്തെ അത്തായങ്ങളാണ്. ചിലപ്പോൾ വെറും കട്ടൻ ചായ കുടിച്ച് കണ്ട് നോമ്പ് നോക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അധികം മിക്കവാറും പിന്നെ നമ്മളെ മക്കളൊന്നും ഇല്ലെങ്കിൽ നമ്മളധികം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മൂത്ത മോനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഓൻ അവിടെ നിന്ന് നോമ്പ് നോക്കുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞിനി. അപ്പോൾ ചെറിയ ആൾക്ക് വലിയ സുഖമില്ല കേട്ടോ, വലിയ ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓനെ അധികം നിർബന്ധിച്ചില്ല. അവരെല്ലാവരും ഇതുപോലത്തെ നോമ്പൊക്കെ നോക്കാൻ പറഞ്ഞാലൊക്കെ നോക്കലുണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും കോഴിമുട്ട ബ്രെഡോ അല്ലെങ്കിൽ അവിൽ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ നല്ല കട്ടൻ ചായയും നിലക്കടലൊക്കെ കുടിച്ച് തിന്നുകാണ്ട് നോമ്പ് തുറക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക. സമയമില്ലാത്തവരൊക്കെ ഒന്ന് അവിടെ തുറന്ന് വെച്ച് കണ്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കാൻ തീരെ മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോസ് ഒരു 50 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 ലൈക്ക് 15 ലൈക്ക് അതിൽ കൂടുതലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. എന്നാലും നമുക്കൊരു നേരം പോക്കെന്ന് ഉദ്ദേശിച്ച് കാണും ഇങ്ങനെ കണ്ടിടുക. ഏതായാലും നനഞ്ഞല്ലോ, പിന്നെ ഇനി കുളിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞ പോലെ ഏതായാലും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അതൊരു വ്ളോഗാക്കാൻ തന്നെ ആണ് തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ നിർത്താനൊന്നും ഇതുവരെക്കും തോന്നിയിട്ടില്ല. ഇത്ര വ്യൂസ് ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീഡിയോ ഇടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് വരെ ചോദിക്കാൻ എനിക്ക് എന്നൊക്കെ സമ്മതിക്കണമെന്ന് വരെ പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ മോനിക്ക് ദോശ ചുടാണിതാ. ഫസ്റ്റ് തന്നെ ദോശ ചുടുന്ന വീഡിയോ ആണിട്ട് ഞാൻ എടുത്തത്. പിന്നാണ് ചട്ടിനിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോസിൽ. അപ്പം എന്താണെന്നൊന്നും അറിയില്ല, നമ്മൾ എഡിറ്റ് ചെയ്തതിൻ്റെ ഫൗറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ദോശ ഇന്നലെ നമ്മളിതാ ഇഡ്ഡലിയൊക്കെ ഇല്ലേന ആ മാവന്നാണ് ഇട്ടത് ദോശ. അപ്പോൾ നല്ലോണം സൂപ്പറായിട്ട് ഇങ്ങനെ ആ കല്ലുമ്മലിങ്ങനെ നെരിഞ്ഞ് പൊരിഞ്ഞ് ഇങ്ങനെ ഇതുപോലെ നല്ലൊരു ഉണങ്ങിയ രീതിയിലാണ്. ഇപ്പോൾ ആദ്യമൊന്നും ഇഷ്ടമില്ല എന്നിട്ട് എൻ്റെ മോനിക്ക് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത്. ഇപ്പോൾ ഓനക്ക് അങ്ങനെ നല്ല ചൂടോടുക്ക് ഇങ്ങനെ നെരിഞ്ഞിങ്ങനെ കിട്ടണം. അപ്പോൾ 2-3 മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് ചട്ടിനി. അപ്പോൾ ചട്ടിനിയൊക്കെ മൂപ്പർ തന്നെ നല്ലോണം ഒഴിച്ച് പാർന്ന് ദോശയൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട് മാഷാ അല്ലാ. അതൊക്കെ ഓനക്ക് ടേബിൾ മേലൊക്കെ കൊണ്ടുപോയി വെച്ച് കണ്ട് പിന്നെ നമ്മളെ നോമ്പിൻ്റെ പരിപാടിക്ക് ഇങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആകെ ഒരു മാസമല്ലേ ഉള്ളൂ അല്ലേ നോമ്പിൻ്റെ പരിപാടിക്ക്. അപ്പം നനച്ചുള്ളിപ്പണിയൊക്കെ തുടങ്ങിയവരുണ്ട്, തുടങ്ങാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴേ തുടങ്ങിയിട്ട് വിചാരിച്ചിക്കാണ്ട് നിൽക്കുന്നവരുണ്ടാവും. പിന്നെ ഏതായാലും നോമ്പിനെ കുറച്ച് മൂട്ടിൽ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ. നമ്മളെന്നും ചെയ്യുന്ന പണി തന്നെയല്ലേ. പണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ നന്നാക്കുള്ളൂ. ഇപ്പം അങ്ങനെ അല്ലല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് മാറാല തട്ടുന്നു, പൊടി തട്ടുന്നു, തുടയ്ക്കുന്നു. അതുകൊണ്ട് വലിയ ഭാരങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സാവധാനം എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഹോസ്പിറ്റലിലായത്. എല്ലാ പണിയും കഴിഞ്ഞിനി ഒരു കമ്പിളി തിരുമ്പണമെന്ന് വിചാരിച്ചിനി. തിരുമ്പാനൊന്നും വലിയ നാറിയിട്ടൊന്നുമില്ല. ഇനി എന്നാലും നമ്മളെല്ലാ പ്രാവശ്യവും തിരുമ്പുന്നതല്ലേ, അത് തിരുമ്പണമെന്ന് വിചാരിച്ചിനി. പിന്നെ നമ്മളെല്ലാ പ്രാവശ്യവും അടുക്കള കഴുകുന്നതാണ് കേട്ടോ നോമ്പിന്. അല്ലെങ്കിൽ എന്നും ഇടയ്ക്കൊക്കെ ഒന്ന് ജനവാതിലൊക്കെ ഒന്ന് തുടച്ചും നിലമൊക്കെ ഒന്ന് ദിവസം തുടക്കുന്നതൊക്കെയാണ്. അപ്പം അത് രണ്ടും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അതുപോലൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കട്ടെ. അപ്പം നനച്ചുള്ളിപ്പണി ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെ വീട്ടിൽ എന്നും ചെയ്യുന്ന പണി തന്നെയാണ് തട്ടലും മുട്ടലും തുടയ്ക്കലും. പിന്നെ അന്നേരം കഴിയുന്ന അളക്കുകളൊക്കെ നമ്മൾ കഴുകുന്നതാണ്. അതുകൊണ്ട് വലിയ പണികളൊന്നും ഉണ്ടാവില്ല. ദിവസം തുടക്കുന്ന പോലെ തന്നെ തുടച്ചാലും മതി. എന്നാലും നമുക്കൊരു സമാധാനത്തിന് നമ്മൾ ചിലതൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അതെങ്കിലും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചപ്പോത്തിന് നല്ലോണം ഉണങ്ങിയ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ട്. നമ്മൾ അളക്കുകളൊക്കെ ഉണ്ട്, ഓരോന്ന് കഴിഞ്ഞ അളക്കുകളൊക്കെ ഉണ്ട്, അതും ഒന്ന് കഴുകണം. പിന്നെ അതൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ് കേട്ടോ. നനച്ചുള്ളിപ്പണിക്ക് ഇച്ചിരി പ്രത്യേകിച്ചിട്ട് കേൾക്കുന്നതല്ല.
പിന്നെ നമുക്കൊന്ന് മുറ്റടിച്ച് വരാനൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാനിതൊന്നും പ്രത്യേകമായിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ, കഴുകുന്നതൊന്നും ഒക്കെ നമ്മൾ എന്നും കാണിക്കുന്നതല്ലേ. അപ്പം ഇവിടക്കൊന്ന് അകൊക്കെ അടിച്ച് വാരി പിന്നെ ലാസ്റ്റത്തെ പണിയാണ് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അതും കഴിഞ്ഞ് അകൊക്കെ നീറ്റാക്കി കഴിഞ്ഞ ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നിട്ട് മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ടാണ് ഇനി അരി പൊടിപ്പിക്കാനൊക്കെ ഉണ്ട്. അരി പൊടിക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെയും പോകണം കേട്ടോ അത് വാങ്ങാൻ. അപ്പോൾ അതാ നമ്മൾ ആ ചട്ടീനെയൊക്കെ കണ്ടില്ല, ചട്ടീനിയൊക്കെ ചട്ടിയിൽ പകുതിയോളമുള്ള ചട്ടിനി കഴിഞ്ഞ് അതൊക്കെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ലേശം മോരൊക്കെ ഒഴിച്ച് ലേശം ഒരു പുളിപ്പുമായിയൊക്കെ ആക്കിയാൽ മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം മൂപ്പര് കഴിക്കും. മൂപ്പർക്ക് ഇഷ്ടമുള്ള ഓരോ ചായൻ്റെ കടിക്ക് ഓരോ പ്രത്യേക കറികളും ഒക്കെ ആണെങ്കിൽ മൂപ്പര് അങ്ങോട്ട് നല്ലോണം തട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് സാമ്പാറുണ്ടെങ്കിൽ മൂപ്പര് നല്ലോണം കഴിച്ചോളും. അത് ചട്ടിനി ആയാലും കഴിക്കട്ടോ. അപ്പോൾ ദോശയ്ക്ക് ചട്ടിനിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതാ നല്ല പച്ച ചട്ടിനിയൊക്കെ കൂട്ടി നമ്മളെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി. പിന്നെ അതാ നമ്മൾ മുറ്റൊക്കെ അടിച്ച് വാരുന്നുണ്ട്. മുറ്റടിച്ച് വാരുമ്പോൾ നമുക്ക് നമ്മളെ കൈ വേദനയായിട്ട് വെയ്യട്ടോ. നമ്മളെ ഇടത്തെ കൈയിൻ്റെ മുട്ട് ഭയങ്കര വേദന കേട്ടോ. എന്നാലും അടിച്ച് വാരാതെക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ നല്ലോണം ഇലകളൊക്കെ ഇങ്ങനെ കൊയ്യുന്ന ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ദിവസം അടിച്ച് വാരിയാൽ പിറ്റേന്നും ഇല ഒന്നും ഉണ്ടാവലില്ല കേട്ടോ. ഇപ്പം ഇനി ഇലയൊക്കെ കൊയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വാരിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രത്യേകിച്ചിട്ട് പണികളൊന്നുമില്ല കേട്ടോ. നമുക്ക് ബീഫുണ്ട്, അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി അവിടെ കഴുകി നല്ലോണം കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഞാൻ കുളിക്കാനൊക്കെ പോയി. കുളിച്ചൊക്കെ വന്ന് ഇത്തിരി ളുഹറൊക്കെ നിസ്കരിച്ച് ഇത്തിരി നേരം കിടന്ന് പിന്നെ നമ്മൾ അരിയും സാധനമൊക്കെ വാങ്ങാൻ പോയിട്ട് അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഇനി അരി കൊണ്ടുപോകുന്നതും വീഡിയോ എടുത്തിട്ടില്ല, അരി വാങ്ങാൻ പോകുന്നതും അരി കൊണ്ടുപോകുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന് കേട്ടോ, സഞ്ചിയിലാക്കുന്നതൊക്കെ. പിന്നെ അത് എടുക്കാൻ മറന്നുപോയി. പിന്നെ അരി കൊണ്ടുപോയി പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് രണ്ടാമത് പോയി 2 മണിയൊക്കെ ആയേരെ 2-2:30 ആയേരെ ഞാൻ പോയി അരിയൊക്കെ പൊടിച്ചത് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പം പിന്നെ പീടികയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് പീടികയിൽ നിന്ന് കുറച്ച് പഴം വാങ്ങി, 500 പഴം വാങ്ങി. പിന്നെ നമ്മളടുത്ത് കുറച്ച് നിലക്കടല അവിലൊക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ പഴമൊക്കെ നല്ലോണം കൈകൊണ്ട് നെമിണ്ടി നല്ല ജീരകം പിന്നെ അവിൽ നിലക്കടലൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകാണ്ട് അതൊക്കെ അതിലിട്ടുകാണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും ഒക്കെ ഇട്ടുകാണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ കേട്ടോ. അതൊക്കെ ഇട്ടുകാണ്ട് ഒഴിച്ചുകാണ്ട് നല്ലൊരു അവിൽ മിൽക്ക് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു സംഭവം ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ശർക്കര ഒക്കെയാണ് ഇട്ടത്, ഇതിൽ ഞാൻ പഞ്ചസാരയാണ് ഇട്ടത്. പിന്നെ അതാ നമ്മളെ ബീഫ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞത് കേട്ടോ. ബീഫ് കറിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാനൊരു ബീഫ് കറിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിന് കേട്ടോ, ഇതേമാതിരി തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളെ ആ ബീഫ് കറിൻ്റെ വീഡിയോസ് എങ്ങനെയോ നമ്മളെ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയി കേട്ടോ. നമ്മൾ തന്നെ ഡിലീറ്റ് ആക്കിയതാവും. കുറേ വീഡിയോസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കിയെന്ന് അങ്ങനെ അവിടെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരും ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുവന്ന അരി പൊടിച്ചതും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ ഒന്ന് വീഡിയോസ് എടുത്തതാണ്. അപ്പം അതൊക്കെ ഒന്നുമില്ല, നമ്മൾ മക്കൾക്ക് വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായക്ക് കൂട്ടാനും ബിസ്ക്കറ്റും പിന്നെ കോഴിമുട്ട പിന്നെ നമ്മൾ പീടികയിൽ പോയാൽ വാങ്ങുന്നതാണ് കേട്ടോ. ഇപ്പം കൂന് അവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ കൂന്. അപ്പോൾ നല്ല ഫ്രഷ് കൂനായപ്പോൾ ഞാൻ വാങ്ങി. ഇന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, അങ്ങനത്തെ കൂനായിട്ട് ഞാൻ വാങ്ങുള്ളൂ. അപ്പം ഇന്ന് ഇതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഇന്ന് ബീഫ് കറിയും നാളെയും ബീഫ് കറിയൊക്കെ ആവട്ടെ രാവിലെയൊക്കെ. അപ്പോൾ പിന്നെ നാളെ ഉച്ചക്കോ അല്ലെങ്കിൽ പിറ്റേന്ന് ഉച്ചക്കോ നമുക്ക് കൂന് കറിയും വെക്കാം. പിന്നെ ചെറുനാരങ്ങ 2 പേക്ക് ബിസ്ക്കറ്റ് 2 പേക്ക് എള്ളുണ്ട അരിയുണ്ട അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലത്തെ പാത്രങ്ങളൊക്കെ അവിടെ കഴുകിയാണ്ട് അവിടെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ, കമിത്തിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ മെഹ്റാജ് നോമ്പിൻ്റെ വിശേഷങ്ങളും നോമ്പിൻ്റെ കുറച്ച് പത്തിരിപ്പൊടിയൊക്കെ ആക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പം മുളകൊക്കെ പൊടിക്കാനുണ്ട്, മല്ലിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം വാങ്ങിയത് 1.5 കിലോനോളം വാങ്ങി വെച്ചേക്കണം ഞാൻ, ഏതായാലും നോമ്പിന് വേണം. അപ്പോൾ നല്ല അടിപൊളി കഴിഞ്ഞിട്ടോ ഈ അവിൽ മിൽക്ക്, എന്താ അതിന് പറയാമെന്നൊന്നും അറിയില്ല. അവിൽ മിൽക്ക് എന്നും പറയാം, എല്ലാതും പറയും. എൻ്റെ മോനത് തിന്നത് കുറച്ച് ബൂസ്റ്റൊക്കെ അതിൽ ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടുകാണ്ടുള്ള
സംഭവം കേട്ടോ. ഓൻ എന്തോ ഒരു പേരും പറഞ്ഞ് അതും കുടിച്ച്. ഞാനിതാ നമ്മൾ അവിൽ മിൽക്ക് പിന്നെ ഇതാ രാത്രി 10:45 പിന്നെയും കുടിക്കാനൊരു മോഹം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ ഒരു നുള്ളു പൊടി ഇട്ട് കൊടുക്കുക, അവിലിട്ട് കൊടുക്കുക, കടല ഇട്ട് കൊടുക്കുക, പിന്നെ ശർക്കര കേട്ടോ വേണ്ടിയത്. ഞാൻ പഞ്ചസാര നമ്മളത് ശർക്കര ഇല്ലേനി. അപ്പോൾ നമ്മൾ രാത്രി വീണ്ടും അവിൽ മിൽക്കൊക്കെ കുടിച്ച് വെള്ളം നിറച്ചും പിന്നെ കുറച്ചും പിന്നെ ബീഫ് ഉണ്ടായിന് കേട്ടോ. അല്ല ബീഫ് പൊറാട്ട ഉണ്ടായിന് കേട്ടോ. പൊറാട്ട ഒക്കെ വാങ്ങിയതിന് ബീഫ് കറിയൊക്കെ വെച്ചതല്ലേ. അപ്പോൾ മോൻ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ ചേച്ചി. 6 പൊറാട്ടൊക്കെ വാങ്ങിന്. പക്ഷേ നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് ഇത്തിരി ചോറ് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പം ബീഫ് കറിയും ചോറൊക്കെ കൂട്ടിയിട്ട് നമ്മളും കഴിച്ച്. പിന്നെ കണ്ടില്ല നമ്മളെ സമയം അവിൽ മിൽക്കൊക്കെ കുടിക്കുന്ന ഒരു സമയം കണ്ടില്ലേ, 10:45 കേട്ടോ. 11 മണി ആവാനായിട്ടുണ്ട്. അപ്പം അതാ നമ്മളിതാ ഇങ്ങനെ കുറച്ച് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളി കേട്ടോ.